അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോൾ എന്താണ് വിലയിരുത്തൽ മണ്ഡലത്തിൽ? ഐക്യജനാധിപത്യ മുന്നണി ഈ സീറ്റ് 10 കൊല്ലം മുമ്പ് കൈമോശം പോയാൽ തിരിച്ചു പിടിക്കും. വളരെ സിമ്പിളാണ്. നിങ്ങൾക്ക് ഇനിയും ബോധ്യപ്പെട്ടില്ല. എന്നാൽ ഞങ്ങൾക്ക് കൃത്യമായ ഉറപ്പുണ്ട്, ഇപ്രാവശ്യം UDF തിരിച്ചു പിടിച്ചിരിക്കും. ജനങ്ങളുടെ ഒരു പ്രതികരണമൊക്കെ ഇന്നിപ്പോൾ പ്രിയങ്ക ഗാന്ധി വന്നപ്പോൾ ഒരു വലിയ ഓളം ഉണ്ടായിരുന്നല്ലോ, എന്താണ് അതൊക്കെ ഒരു ജനങ്ങളുടെ? ഐക്യജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വലിയ തരംഗമുണ്ട്, വേവ് ഉണ്ടെന്നുള്ള കാര്യം നിങ്ങൾക്കറിയാം. അത് തിരുവമ്പാടി മണ്ണിൽ കുറച്ച് കൂടുതലാണ്. 10 വർഷമായി കാർഷിക ജനതയ്ക്ക് ഒന്നും ചെയ്യാത്ത ഒരു ഗവൺമെൻറ്റും MLA മാരും വന്യജീവി ആക്രമണത്തിനെതിരെ ചെറുവിലിറക്കാത്ത ജനപ്രതികളുള്ള ഒരു മണ്ണിൽ അവരെ വീണ്ടും മത്സരിപ്പിച്ച് ജയിപ്പിക്കാൻ തിരുവമ്പാടിയിൽ തീരെ നടക്കില്ല. എത്ര ജീവനുകൾ പോയി, എത്ര പുലിയും ആനയും കടുവ നിത്യസംഭവമാണ്. പ്രഖ്യാപനങ്ങൾ കൊണ്ട് കാര്യമില്ല, പ്രാവർത്തികമാക്കണം. എഡ്യൂക്കേഷൻ രംഗത്ത് ഒന്നും ചെയ്തിട്ടില്ല. +1 ഒരു ബാച്ച് പോലും അഡീഷണലായിട്ട് 10 കൊല്ലമായിട്ട് കൊടുത്തിട്ടില്ല. കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് ഗൗരവം എടുത്തിട്ടില്ല. പൊതുജനാരോഗ്യം, നമ്മുടെ മേഖലയിലൊക്കെയുള്ള FMHSഉം ഫാമിലി ഹെൽത്ത് സെൻ്ററുകളും കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്ററുകളൊക്കെ ഇന്ന് വെറുതെ നോക്കൂത്തിയായി നിൽക്കുകയാണ്. ജനങ്ങളുടെ സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ, നിത്യോപയോഗ സാധനങ്ങളുടെ വില വർദ്ധനവ്, ഒറ്റ സ്റ്റാറ്റ്യൂട്ടറി റേഷൻ കടകൾ പോലും മര്യാദയ്ക്ക് പ്രവർത്തിക്കുന്നില്ല. ഒരുപാട് വിമർശനങ്ങളുണ്ട്. എന്തായാലും ഇപ്പം നാളെ മറ്റന്നാളും കഴിഞ്ഞാൽ ഇലക്ഷനിലേക്ക് ബൂത്തിലേക്ക് എത്തിയ ആളുകൾ MLA ആയി കഴിഞ്ഞാൽ നാട്ടുകാർ കൊടുക്കുന്ന ഉറപ്പെന്താ? ആദ്യം വന്യജീവി സംഘർഷം അവസാനിപ്പിക്കും. വന്യജീവികളുടെ അക്രമം മൂലം ഈ തിരുവമ്പാടിയുടെ മണ്ണിൽ ഒരു ഒരു പ്രശ്നം ഉണ്ടാകാതെ നമ്മൾ പരിശോധിക്കുന്നു. ഇപ്പം പ്രിയങ്കാജി പറഞ്ഞു കഴിഞ്ഞു, സംസ്ഥാന സർക്കാർ സഹകരിച്ചാൽ വളരെ പെട്ടെന്ന് പരിഹരിക്കാൻ കഴിയുന്നൊരു വിഷയമാണ്. കഴിഞ്ഞ കാലങ്ങളിൽ സംസ്ഥാന സർക്കാർ സഹകരണം ഉണ്ടായിട്ടില്ല. ഐക്യജനാധിപത്യ മുന്നണി സർക്കാർ കേരളത്തിൽ വന്നാൽ കൃത്യമായി അതിന് നടപടി ഉണ്ടാവും. തിരുവമ്പാടിയിൽ അതിന് തുടക്കമായിരിക്കും. മണ്ഡലത്തിൽ ഒരു പ്രധാനപ്പെട്ട മറ്റൊരു വിഷയമായിരുന്നു ഫ്രഷ് കട്ട്. ആ ജനങ്ങളോട് എന്താണ്? അല്ല, ഫ്രഷ് കട്ടിൻ്റെ കാര്യത്തിൽ കൃത്യമായി നമ്മൾ നിലപാട് പറഞ്ഞാണ്. പ്രതിപക്ഷ നേതാവിൻ്റെ പൊതുയുഗ യാത്രയുടെ പൊതുവേദിയിൽ വെച്ച് തന്നെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞു, ജനങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരു കമ്പനി നടത്താൻ സമ്മതിക്കില്ല. പിന്നെ ആ ഫ്രഷ് കട്ടിൻ്റെ ജനകീയ സമരത്തിനെതിരെ പോലീസ് എടുത്തിരിക്കുന്ന കേസ് ഐക്യജനാധിപത്യ മുന്നണി അധികാരത്തിൽ വന്നാൽ മുഴുവൻ നമ്മൾ റൈറ്റ് ഓഫ് ചെയ്യുക, സംശയം വേണ്ട. അത് നമ്മുടെ തീരുമാനമാണ്. അതുപോലെ ഈ മണ്ഡലത്തിലെ ടൂറിസം ഡെസ്റ്റിനേഷൻ, ഇതിനു മുമ്പ് LDFൻ്റെ MLA ആയിരുന്ന ആളുകളൊക്കെ വിഭാവനം ചെയ്ത പദ്ധതികൾ ഇവർ പിന്നീട് വന്ന 2 MLA മറന്നുപോയെങ്കിലും നമ്മൾ മറക്കില്ല. പ്രകൃതിദത്തമായി ദൈവദത്തമായി കിട്ടിയിട്ടുള്ള ഒരുപാട് ടൂറിസം ഡെസ്റ്റിനേഷൻസ് തിരുവമ്പാടിയിലുണ്ട്. അതെല്ലാം ഒരു കോറിഡോറാക്കി ഈ തകർന്ന കാർഷിക മേഖലയ്ക്ക് ഉത്തേജനം നൽകുമ്പോൾ ഇതുകൂടി അവർക്കൊരു സപ്പോർട്ടിംഗ് ആയി വരുന്ന രൂപത്തിലേക്ക് നമ്മൾ മാറ്റും. അതാണ് നമ്മുടെ പദ്ധതി. തീർച്ചയായും വലിയ സാധ്യതകളുള്ളൊരു മണ്ഡലമാണ് തിരുവമ്പാടി. അത് ആ സാധ്യതകൾ ഉപയോഗപ്പെടുത്തിയിട്ടില്ല. കഴിഞ്ഞ 10 വർഷമായി വികസനത്തിൻ്റെ ഒരുപാട് അപര്യാപ്തതകൾ ഇവിടെയുണ്ട്. അതിനെല്ലാം ഉത്തരമാകും തൻ്റെ സ്ഥാനാർത്ഥിത്വം. അതിനുശേഷം MLA ആയാൽ അതെല്ലാം തന്നെ പരിഹരിക്കുമെന്നാണ് കാസിം ജനങ്ങൾക്ക് നൽകുന്ന ഉറപ്പ്. ക്യാമറ പേഴ്സൺ ജിജീഷിനൊപ്പം അനീസ് അലി, മീഡിയ 1 കോഴിക്കോട്.